ഹലോ ഗൈസ്, മിക്കി ആൻഡ് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു ചെറിയൊരു പ്രദേശമുണ്ട്. പിന്നെ നെല്ലിപ്പാറ എന്ന് പറയും. നെല്ലിപ്പാറനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പ്രദേശമാണ് നെല്ലിപ്പാറ. ഇവിടെയാണ്, അടുത്ത് തന്നെയാണ് പ്ലേസ്. അത് കുറച്ച് സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, കുറച്ച് പോയിന്റ് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും അവിടെ പോയിട്ട് കാണാം. നേരെ അങ്ങോട്ടേക്ക് പോകാം. വീഡിയോയിലേക്ക് സ്വാഗതം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടം വരെ വണ്ടി പോകുള്ളൂ. ഇനി ഇവിടെ നേരെ മേലോട്ട് നമ്മൾ നടക്കണം. ഓക്കെ, നമുക്ക് വണ്ടി നമ്മുടെ ചെക്കനെ ഇവിടെ വെക്കാം, താക്കോല് കൊടുക്കാം. റോഡ് സൈഡിലായതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകാം. ഇതാണ് അവസ്ഥ. ഭയങ്കര വഴിയില്ല കേട്ടോ, വഴിയില്ല. നേരെ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യും. ഇതാട്ടോ ഇവിടുത്തെ ഒരു വ്യൂ. ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ മരങ്ങളിപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അത്ര വ്യൂ കിട്ടുന്നില്ല. പക്ഷെ ക്യാമറയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി വ്യൂ ആട്ടോ, അടിപൊളി. അതെ, ഈ സാധനം നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു സാധനത്തിന് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഈ ഒരു വാഴ നമ്മളെ ഈ പാറയുള്ള പ്രദേശത്ത് അധികമായിട്ട് ഇത് കാണുക ഉണ്ടോ? ആണോ? എന്നാ പിന്നെ ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തിരിക്കുന്നു കേട്ടാ. ഇത് കല്ലുവാഴ എന്നാ ഇതിന്റെ പേര് കേട്ടാ, കല്ലുവാഴ. ഇവിടെ കുറച്ച് 2-3 എണ്ണങ്ങളുണ്ട്. ഇതാ ഈ ഒരു സാധനം, പ്രത്യേക സാധനം. അതെ അതെ, നല്ല വണ്ണമായിരിക്കും. അതിന്റെ മേലെ കൊലയുണ്ട്, പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയില്ല. ഞാൻ സൂം ചെയ്യാം. ഇതൊരൊറ്റ പാറയാട്ടോ. താഴെ നിന്ന് മുതൽ മേലെ വരെ, താഴെ റോഡിൽ നമ്മൾ പോകുമ്പോൾ കാണിച്ചു തരാം. താഴെ റോഡ് മുതൽ ഇങ്ങോട്ടേക്കുള്ളത് ഒറ്റൊരു പാറയത്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. എനിക്ക് തോന്നുന്നൊരു 500-600 മീറ്റർ ഫുള്ള് മേലെ വരെ. 600 അല്ല, കാണുന്നതാണ് പറഞ്ഞത്. 600 മീറ്റർ വരെ ഫുള്ള് പാറയാണ്. അല്ല, ചെരിഞ്ഞ അടിപൊളി സ്ഥലമാണ്. ഇങ്ങോട്ട് നോക്കിയാ ഇക്കവിടെ അടിപൊളി കാറ്റ്. വാവ് വാവ്. ഏതിലാ കയറിയത്? ഒരുത്തി ഇവിടെ തളർന്ന് ഇരിപ്പുണ്ട് കേട്ടോ. ആകെ ഇത്ര കയറിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇത് തളർന്നു പോയി. അയ്യോ, തണല അടിപൊളി. നെല്ലിപ്പാറ
നമ്മള് നെല്ലിപ്പാറ കാണാൻ വേണ്ടിട്ട് മാത്രായിട്ടല്ല ഇങ്ങോട്ട് പോകുന്നതാണോ? ആ, അതില് വേറെ ഉദ്ദേശമില്ലേ? നമ്മൾ ഇന്ന് ഒരു സാധനം നമ്മളെ കയ്യിൽ ഒരു സാധനം ഉണ്ടായി. നെല്ലിപ്പാറ ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞാൽ അധികം ആരും ഒന്നും കേൾക്കൊന്നുമില്ല. ഇവിടെ അടുത്തൊന്നും വേറെ വീടുകൾ, ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല കാറ്റ്, നല്ല അടിപൊളിയാ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രം ഒരു പിന്നെ നല്ലൊരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ഉണ്ടായി. അതാണ് ഈ കാണുന്ന സാധനം. നിങ്ങൾക്ക് ഒരു സസ്പെൻസ് ആയതുകൊണ്ടാണ് നേരത്തെ പറയാനത്. ഓക്കെ, അപ്പം ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കയറി വന്നത് കേട്ടോ. ഇത് നെല്ലിപ്പാറ കാണിക്കുക, അതോടൊപ്പം തന്നെ ഇത് അൺബോക്സ് ചെയ്യുക. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഇന്നലെ പാർസൽ വന്ന കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ചും കൂടെ അടുത്ത് കാണിക്കണേ. എൻ്റെ അഡ്രസ്സ് ഉണ്ട്, എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു അൺബോക്സിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അൺബോക്സ് ചെയ്യാൻ നമ്മൾ അൺബോക്സിങ് ഡ്യൂഡൊന്നുമില്ല കേട്ടോ. അൺബോക്സിങ് ഡ്യൂഡോ അല്ലെങ്കിൽ സഞ്ജു ടെക്കി ഒന്നുമില്ല. നമുക്കറിയാവുന്ന രീതിയിൽ അൺബോക്സ് ചെയ്യും. ഓക്കെ, അങ്ങോട്ട് നോക്ക്. എന്താ രസം നോക്ക്. കാണുന്നുണ്ടാ? കാർമേഘം കേറുന്നുണ്ടല്ലോ. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു സാധനം ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കുറച്ച് വിശേഷം മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മുടെ സാധനം കേട്ടോ അൺബോക്സ് എന്താണെന്ന് പൊളിക്കാനുള്ള ക്ഷമയോടെ ചെയ്യണേ. ഒട്ടും ക്ഷമയില്ല ഒന്നിനും. ഇതാണ് സാധനം. ഹീറോ 7 സിൽവർ കേട്ടോ. ഹീറോ 7 സിൽവർ. ഇതിന്റെ പ്രത്യേകത, ഇത് പിന്നെ പാർസൽ വന്നാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ഇത് ശരിക്കും ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ച കേട്ടോ. ഫസ്റ്റ് ഹാൻഡ് ഗോപ്രോ സിൽവർ ആണ്. സെക്കൻഡ് ഹാൻഡ് മേടിച്ച, ഫസ്റ്റ് അല്ല സെക്കൻഡ് ആണ്. പത്തനംതിട്ടയിലുള്ള ഒരു ആളുടെ പേരെന്താ, ഒരു ആൽബിൻ ജോയ് ഡെന്നീസ്, അവനാണ് എനിക്ക് തന്നത്. ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് അയച്ചു തന്നതാണ്. ഓക്കെ, DTDC വഴി എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇന്നലെയാണ് സാധനം എത്തിയത്. പിന്നെ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് ഇവളോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അൺബോക്സിങ് ഇവിടുന്ന് ആക്കി. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്യാമറയും കൊണ്ട് നമ്മൾ വീഡിയോ ഇത്രയും നല്ല നെല്ലിപ്പാറ ഉണ്ടായിട്ട് എടുക്കാഞ്ഞത് അല്ലേ? ഓക്കെ, ആൽബിൻ ജോയ് അവൻ കുറച്ച് നാൾ മാത്രമേ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് 1 വർഷമായിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ അവന് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം സൂക്ഷിച്ചിട്ടുണ്ട്. സാധനം നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. 1 വർഷം ആയി എന്നൊന്നും ഇത് പറയില്ല. നല്ല പുതിയ സാധനം പോലെ തന്നെയുണ്ട്. കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മതി. എന്തായാലും താങ്ക്സ് കേട്ടോ ആൽബിന് MBA അല്ലേ? MBA ബാംഗ്ലൂർ MBA സ്റ്റുഡന്റ് കേട്ടോ ആൽബിനെ താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, കറക്റ്റായിട്ട് പറയുന്നത്. പിന്നെ നമ്മളിത് ക്യാമറ മൗണ്ട് ചെയ്യണ സാധനങ്ങൾ, ഇത് നമ്മൾ ബൈക്കിൽ ഒക്കെ ഹാൻഡിലിൽ മൗണ്ട് ചെയ്യണത്. ഇത് അതേപോലെ തന്നെ ഇതെന്തൊക്കെയാ സാധനമുണ്ട്. ഇതൊക്കെ ഇനി പഠിച്ചു വരണം. ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഗോപ്രോ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഫോണല്ലാതെ ഒരു ക്യാമറ കയ്യിൽ കിട്ടുന്നത്. ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ടായി അല്ലേ? നമ്മൾ ഈ DJI Osmo എന്നൊരു ക്യാമറയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് എടുക്കാനുള്ളൊരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് എന്താക്കി, ഗോപ്രോ സെക്കൻഡ് ആക്കി, അതും സിൽവർ. ഓക്കെ, ഇത്രയും സാധനങ്ങളാട്ടോ ഇതിനകത്തുള്ളത്. ഇത് വെച്ചിട്ടുണ്ട്. ഒരാളെ നമുക്ക് ഇത് അവൻ്റെ നോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ കോമ്പൗണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് ഇത് നോക്കണേ. അടിപൊളി. ഇവിടെ ഫുൾ നാശാക്കി അടിച്ചു വരിട്ട് പോയാൽ മതിയേ. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ അൺബോക്സിങ്ങിൽ. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് ഓണാക്കി നോക്കാം. അയ്യോ, അതല്ല കേട്ടോ, പവർ ബട്ടൺ മാറി.
യെസ് ഓണായിട്ടാ. യെസ് ഇത് ഓണായിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ഈ ക്യാമറ നമ്മളെ രണ്ടുപേരുടെയും ഫോണ് പൊട്ടിപ്പോയത് കൊണ്ട് ഈ ക്യാമറ റിമേഷിൻ്റെ ഫോണാണ് കേട്ടോ. റിമേഷിൻ്റെ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും സമയം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നമുക്ക് ഈ ഗോപ്രോയിൽ അത്യാവശ്യം ചാർജ് ഉണ്ട്. നമ്മൾ മെമ്മറി കാർഡും എടുത്തിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്തിട്ട് ആള് 95 ചാർജ് ആക്കിയിട്ട് 95 അങ്ങനെ തന്നെ ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബാക്കിയുള്ള വീഡിയോസും നമുക്ക് ഇതിനകത്ത് എടുക്കാം. നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ഇതിനകത്ത് എടുക്കാം. ഓക്കെ, ഇനിയുള്ള വീഡിയോസ് ഫുള്ളും ഇതിനകത്തായിരിക്കും കേട്ടോ. ബൈ. ഒരാളിവിടെ ഗോപ്രോ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. അങ്ങോട്ടെടുക്ക് ഗൈസ്. അപ്പോഴേ നമ്മുടെ ഗോപ്രോ 7 ഓൺ ആക്കിയിട്ടുണ്ട്. അതിലെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവലാണ് സാധനം. എനിക്കിത് കണ്ടാൽ മനസ്സിലാവും. അടിപൊളി ഇതിൻ്റെ ഒരു വ്യൂ. പക്ക കണ്ട ഒരു മരമാട്ടോ. സൂപ്പർ, നല്ല രസമുണ്ട്. മേഘം ഇങ്ങനെ നിൽക്കുന്ന നല്ല പുല്ല്. വാ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. താഴെ നിന്നിട്ട് ഒരു സെൽഫി എടുക്കാം. അടിപൊളിയല്ലേ ഗൈസ്? അടിപൊളി. നമ്മൾ നേരത്തെ പറഞ്ഞ റോഡ് താഴോട്ട്. അതെ, ഇവിടുന്ന് ഉരുണ്ടു പോയാൽ അങ്ങ് താഴെ ആ പുഴയിലുണ്ടാവും കേട്ടോ. ഇതൊരു പുഴയാണ്, ഇതിൻ്റെ നടുക്ക്. ഇതൊരു റബ്ബർ തോട്ടം. ഒക്കെ എന്ത് രസമുണ്ടെന്നറിയാം, കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ ഈ മലയൊക്കെ നോക്കി അടിപൊളിയല്ലേ? ഒരു സെൽഫി എടുക്കാവാ. അടിപൊളിയല്ലേ? നല്ല മഴ വരുന്നുണ്ട്. മേലോട്ട് പോകണ്ട. മഴ പെയ്യും. മഴ എന്തായാലും പെയ്യും. മഴയ്ക്ക് നല്ല സാധ്യത. ഇത് നോക്കി വേണ്ട. ഇനിയിപ്പം മേലോട്ട് കയറിയാൽ മഴയുണ്ട് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. ഇത് ആൽമരം കേട്ടോ. അരയാലല്ല, ആൽമരം. ഇത് ആൽമരം. എന്തോ നീ ആര് സസ്യൊക്കെ വേശിക്കും. അങ്ങോട്ട് കയറണ്ടേ ഇനിയിപ്പോൾ? മഴ പെയ്യും. നോക്കൂ ഗൈസ്, എന്താ രസം നോക്കി. ഇല്ല, ഇവിടെ ഇരിക്കാൻ. ഇത് നെല്ലിപ്പാറ വേറെ ലെവലാട്ടോ. വെയിലില്ലെങ്കിൽ നല്ല കാറ്റ്. വെയിലും അറിയുന്നില്ല കേട്ടോ. കാറ്റടിക്കണോണ്ട് വെയിലറിയില്ല. ഇത് നേരത്തെ നമ്മുടെ ഗോപ്രോവിൻ്റെ എല്ലാ സാധനങ്ങളും ഇത് ഇവിടെ ഇങ്ങനെ പറിച്ചിട്ടിട്ടുണ്ട്. എല്ലാം പെറുകിക്കോ, ഇരുന്ന് പെറുകിക്കോ. കുറച്ച് വെള്ളം എനിക്ക്. ക്യാമറ അടിപൊളിയല്ലേ? അടിപൊളി. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാമറ ഹോൾഡ് ചെയ്യുന്നല്ല, ഇങ്ങനത്തെ ചെറിയത് മറ്റേ ക്യാനോണൊക്കെ എടുത്തിട്ടുണ്ട്. എന്നോട് എടുക്കണ്ട പറഞ്ഞതിന്, പക്ഷെ എൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട്. മഴ വരുന്നുണ്ട്, നമുക്ക് പോയാലോ? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നെല്ലിപ്പാറ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗൈസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നനയേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെന്താ? വേറെ ഒന്നുമില്ല. നിങ്ങളെ മാക്സിമം സപ്പോർട്ട് വേണം കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് എന്തായാലും മാക്സിമം 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടിപൊളി വീഡിയോ ആയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വരും. ഇപ്പം വരും കേട്ടോ. അടുത്ത വീഡിയോസ് ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഓക്കെ, ബൈ.